ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥയ്ക്ക് സംവിധാനം ചെയ്ത് 2027 തിയേറ്ററിലെത്തിയ ഒരു പീരിയഡ് ഫോൾക്ക് ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് ഭ്രമയുഗം. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച് പരീക്ഷണ വിജയം നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു ഭ്രമയുഗം. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥയ്ക്ക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ ഡൈസീറോയുടെ റിലീസിംഗ് ഈ വരുന്ന ഒക്ടോബർ 31 ഒക്ടോബർ 30 വ്യാഴാഴ്ച ഈ സിനിമയുടെ പ്രീമിയർ ഷോ രാത്രി 9-നും രാത്രി 11:30-നും ചാർട്ട് ചെയ്തിട്ടുണ്ട്. വമ്പം ബുക്കിംഗ്, അതായത് 7000-ഓളം ടിക്കറ്റുകളാണ് ഇന്നലെ മാത്രം തൃശ്ശൂർ രാഗം ഉൾപ്പെടെ ചുരുങ്ങിയ തിയേറ്ററുകളിൽ നിന്ന് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ സുസ്മിത ഭട്ട്, ജിബിൻ ഗോപിനാഥ്, ജയാകുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഇന്ന് ഒക്ടോബർ 27 തിങ്കളാഴ്ച ദിലീപിന്റെ ജന്മദിനമാണ്. ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സിനിമകളുടെ അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഫാഫാബ എന്ന ദിലീപ് ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരും എന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മോഹൻലാൽ നായകനെ നന്ദകിഷോർ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന സിനിമയായിരുന്നു ഋഷഭ. മലയാളം, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ നവംബർ 6-ന് റിലീസിംഗ് തീരുമാനിച്ചിരുന്ന ഈ സിനിമയുടെ റിലീസിംഗ് തീയതി മാറ്റിയതായി ഇന്നലെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പുതിയ റിലീസിംഗ് തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 61 ദിവസമാണ് പിന്നിടുന്നത്. കല്യാണി പ്രിയദർശൻ, നസ്രേൻ എന്നിവർ പ്രധാന താരങ്ങളെ ഡൊമിനിക്കലും തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 22-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ 60-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 7 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 121,75 ലക്ഷം രൂപയാണ് ഈ സിനിമ 60 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഒക്ടോബർ 31 വെള്ളിയാഴ്ച ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 301,70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം ബിസിനസ് ഉൾപ്പെടെ നേടിയെടുത്തിരിക്കുന്നത് 350 കോടിക്ക് മുകളിലുമാണ്. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് ഇന്നലെ 25 ദിവസമാണ് പിന്നിട്ടത്. ഓംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 75 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ 25 ദിവസം കൊണ്ട് കേരളത്തിൽ 54,50 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 25 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് 814 കോടിയോളം രൂപയാണ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തിയേശ്വരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിൽ മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ഡ്യൂഡ്. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 23 ലക്ഷം രൂപയാണ്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച 23 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. 10 ദിവസം കൊണ്ട് അങ്ങനെ 3,78 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 105 കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. മാരി സെൽവരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയുടെ ബൈസൺ കാലമാടൻ. ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 14 ലക്ഷം രൂപയാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 1,14 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 10 ദിവസം കൊണ്ട് 48 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളായി രത്തീന പി സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാതിരാത്രി. ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 2,22 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2,80 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ബോളിവുഡ് സിനിമയായ തമ്മ തിയേറ്ററിലെത്തിയിട്ട് 7-ാം ദിവസമായ തിങ്കളാഴ്ചയാണ് ഇന്ന് കടന്നു പോകുന്നത്. ചിത്രം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 6 ലക്ഷം രൂപയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് 31 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 6 ദിവസം കൊണ്ട് 126 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഷെയ്ൻ നിഗം നായകനെ ഉണ്ണി ശിവലിംഗം തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26-ന് തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ബൾട്ടി. ഈ സിനിമ 31-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 2 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 31 ദിവസം കൊണ്ട് കേരളത്തിൽ 9,23 ലക്ഷം രൂപയാണ് ഈ സിനിമ അങ്ങനെ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായി 13,15 ലക്ഷം റേഞ്ചിലും നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.